അങ്ങനെ രാവിലെ തന്നെ സിബിൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. രണ്ടുപേരും നന്ദനി സിബിനും കൂടി മോർണിംഗ് ടാസ്കിന് മുമ്പേ ഒരു ബീൻ ബാഗിലിരുന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നന്ദന പറയണ്ടേ, ജാസ്മിൻ ചേച്ചി 2 ദിവസമായിട്ട് ആകെ ഒരു സങ്കടത്തിലാണ്, എന്തോ ഒരു ഇത് പറ്റിയ പോലെയാണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്കറിയാലോ, കാരണം പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെയായി പോയതെന്ന്. അപ്പോൾ സിബിൻ പറയാണ്, എന്ന് സിബിൻ അപ്പോൾ നന്ദനയോട് പറയാണ്, ഇന്നലെ രാത്രി അത്രയും നേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് വേർത്ത് കുളിച്ചിട്ട് അവളൊന്ന് കുളിക്കുക പോലും ചെയ്യാണ്ട്, ജസ്റ്റ് കുളിക്കുക പോലും ചെയ്യാണ്ടാണ് അങ്ങനെ കിടന്നുറങ്ങി. ഇപ്പം രാവിലെ എണീറ്റിട്ടും ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവൾ ഈ ബീൻ ബാഗിലും അവിടെ ഇവിടെയൊക്കെ വന്ന് ഇരിക്കണില്ലേ, എനിക്ക് എന്തോ പോലെ എന്നൊക്കെ പറഞ്ഞു സിബിൻ. സിബിൻ്റെ ഒരു ഗെയിമാണ് സംഭവം, സത്യമാണെങ്കിലും സിബിൻ്റെ ഒരു ഗെയിമും കൂടിയാണത്. ആരോടാ പറയണത്? നന്ദനയോട്. നന്ദന ഏതെങ്കിലും ഒരു സമയത്ത് ഇതിട്ട് പറയും, ഉറപ്പാണ്. നന്ദന ഏതെങ്കിലും സാഹചര്യത്തിൽ വല്ല പ്രശ്നം വരുമ്പോൾ ഇവളിത് വിളിച്ചു പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. സിബിൻ ഭയങ്കര മൈൻഡ് ഗെയിമറാണ് ആയിട്ടാട്ടോ എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ സിബിന് നന്ദനയോട് പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് സിബിൻ പറയാം, നീ ഇപ്പോൾ ഇരിക്കുന്ന ബീൻ ബാഗിലാണ് അവൾ ഇരുന്നിരുന്നത്, ഞാൻ എന്നിട്ട് അതിൽ ഇരുന്നില്ല, ഞാൻ എന്നിട്ട് ഗബ്രി ഇരുന്ന ബീൻ ബാഗിലായിരുന്നത്, അവൾ ഈ നേരം വരെ അവൾ കുളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മൈൻഡ് ഗെയിം നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സിബിൻ. സിബിൻ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ഗെയിമറാട്ടോ. എല്ലാ രീതിയിലും നല്ല ഫണ്ണായിട്ടിരുന്ന് പല പല കളികളും കളിക്കുന്നുണ്ട് അവിടെ.